Hi all, welcome to Sapphire Future Academy's Board Booster series. Today we are going to discuss the chapter Haloalkanes and Haloarenes part 2. So in the last class we have discussed IUPAC nomenclature. Nomenclature ഒന്ന് സ്റ്റാർട്ട് ചെയ്തു വെച്ചായിരുന്നു. Then അതിൻ്റെ കണ്ടിന്യൂഷൻ ടോപ്പിക്സിലേക്ക് നമുക്കിന്ന് കടക്കാം. അപ്പോൾ നോമൻക്ലേച്ചറിൽ നമ്മൾ പറഞ്ഞു പാരന്റ് ചെയിനിനെ സെലക്ട് ചെയ്യണം, ദെൻ വേർഡ് റൂട്ട് ഫിക്സ് ചെയ്യണം, ഡബിൾ ബോണ്ട് ഉണ്ടോ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടോ എന്ന് നോക്കി ANE, ENE, YNE സെലക്ട് ചെയ്ത് കൊടുക്കണം. ദെൻ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് ആരാണ് വന്നിരിക്കുന്നത്, ക്ലോറിൻ ആണോ ബ്രോമിൻ ആണോ അയഡിൻ ആണോ എന്ന് നോക്കിക്കൊണ്ട് അവർക്ക് ലോവർ നമ്പർ വരുന്ന സൈഡിൽ നിന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ദെൻ അതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ ഒരു കോമ്പൗണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, CH3 CH3 CH2Cl ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബ്രാഞ്ച് ആയിട്ട് മീഥൈലും ഉണ്ട്, ദെൻ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് ക്ലോറിനും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ പേരിടും? അപ്പോൾ പേരിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ബ്രാഞ്ചിനും ആ സബ്സ്റ്റിറ്റ്യൂവൻറ്റിനും ലോവർ നമ്പർ വരുന്ന സൈഡിൽ നിന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഒരു ലോങ് ചെയിൻ സെലക്ട് ചെയ്യണം. ലോങ് ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 2 3 നേരെ കിടക്കുന്ന ഈ ചെയിൻ തന്നെയാണ് ലോങ്ങസ്റ്റ് ചെയിൻ. ഓക്കെ, ആ ചെയിനിൽ ഈ ക്ലോറിനും ഈ മീഥൈലും ഒക്കെ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ആ ചെയിൻ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് പേരിടുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ 1 കൊടുക്കാൻ കാരണം, ഞാൻ ഇവിടെയാണ് 1 കൊടുത്തത്. അതിന് കാരണം ഇവിടെ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബ്രാഞ്ചസിനും സബ്സ്റ്റിറ്റ്യൂവിനും ചെറിയ നമ്പർ വരുന്നിടത്തുനിന്നാണ് അല്ലേ. അപ്പം ഇവിടെ നിന്നിട്ടാലേ അത് 1 2 എന്ന് പറയുന്ന ലോവർ നമ്പർ അവർക്ക് രണ്ടുപേർക്കും കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ സൈഡിൽ നിന്ന് നമ്പർ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ മെയിൻ ചെയിനിൽ 3 കാർബൺസ് ഉണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ പേരെന്തായിരിക്കും? വേർഡ് റൂട്ട് പ്രൊപ്പായിരിക്കും. ഇനി ചെയിനിൽ സിംഗിൾ ബോണ്ടുകൾ മാത്രമുള്ളത് കൊണ്ട് പേര് ANE വേണം അവസാനിപ്പിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പാരന്റിന്റെ പേരാണ് ഇപ്പം നെയിം ചെയ്തത് അല്ലേ. ഇനി അതിന് മുന്നേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻറ്റുകളുടെ പേര് എഴുതിയിട്ട് വേണം പാരന്റ് എഴുതാനായിട്ട് അല്ലേ. അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻറ്റുകളെ പ്ലേസ് ചെയ്യണം. ഓക്കെ, ഇവിടെ ആരൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂവൻറ്റ്? ഒന്നാമത്തെ പൊസിഷനിൽ ക്ലോറിൻ, രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈൽ. ഓക്കെ, അപ്പോൾ ഇവരെ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അവരുടെ പൊസിഷൻ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ വേണം എഴുതാനായിട്ട്. അപ്പോൾ 2 മീഥൈൽ എന്ന് എഴുതണം, 1 ക്ലോറോ എന്ന് എഴുതണമെന്ന് നമുക്കറിയാം. ഇത് എഴുതുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ് ആണ്, ബ്രാഞ്ചുകൾ സബ്സ്റ്റിറ്റ്യൂവൻറ്റുകൾ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡർ ഫോളോ ചെയ്യണം. ആ എഴുതുന്ന ആൾക്കാരുടെയൊക്കെ പേര് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. അതിൽ ആരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണോ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്നത് അവരെ വേണം ആദ്യം എഴുതാൻ. അപ്പോൾ ഇവിടെ ക്ലോറോ, മീഥൈൽ ഇങ്ങനെ പറയുമ്പോൾ ക്ലോറോ C ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മീഥൈൽ M ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്നത് C ആയതുകൊണ്ട് ക്ലോറോ തന്നെ വേണം നമ്മൾ ആദ്യം എഴുതാനായിട്ട്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എഴുതുന്നു 1 ക്ലോറോ. എന്നിട്ട് വേണം അടുത്ത ബ്രാഞ്ച്, ആരാത്? സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ, 2 മീഥൈൽ, 2 മീഥൈൽ. ഇനി പാരന്റ് ആയിട്ടുള്ള പ്രൊപ്പെയിൻ. ഓക്കെ, അപ്പോൾ 1 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പെയിൻ എന്ന് പേര് വരും. ഓക്കെ, എങ്ങനെയായിരുന്നു? നമ്മളൊരു പാരന്റ് ചെയിൻ സെലക്ട് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂവൻറ്റുകൾക്ക് ചെറിയ നമ്പർ വരുന്ന സൈഡിൽ നിന്ന് നമ്പർ കൊടുത്തു, ദെൻ സബ്സ്റ്റിറ്റ്യൂവൻറ്റുകളുടെ പേര് പറഞ്ഞു നോക്കി, അതിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആരാദ്യം വരുന്നോ അവരെ ആദ്യം എഴുതി. അപ്പോൾ 1 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പെയിൻ. ഓക്കെ, ദെൻ അടുത്തത് CH3 C CH3Br, അതിനോടൊപ്പം തന്നെ 2 മീഥൈൽ ബ്രാഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം അഗെയിൻ ഇവിടെ നമ്മൾ ലോങ് ചെയിൻ സെലക്ട് ചെയ്യണം. ലോങ് ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ അതായി കിടക്കുന്ന ചെയിനാണ് പാരന്റ് എന്ന് നമുക്കറിയാം. ഓക്കെ, ഈ സ്ട്രൈറ്റ് ചെയിൻ തന്നെയാണ് ഇവിടെ പാരന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ, 1 2 3. അപ്പം നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബ്രാഞ്ചുകൾക്ക് ചെറിയ നമ്പർ വരുന്ന സൈഡിലായതുകൊണ്ട് ഇവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ, 1 2 3. ഓക്കെ, ഇനി ഒന്നാമത്തെ പൊസിഷനിൽ ബ്രോമിൻ, രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈൽ. ഓക്കെ, അപ്പോൾ പേര് പറഞ്ഞു നോക്കുമ്പോൾ ബ്രോമിൻ ആണ് ആദ്യം വരുന്നത്, അതുകൊണ്ട് അത് ആദ്യം എഴുതണം, 1 ബ്രോമോ. ദെൻ അടുത്ത ചെയിൻ, അടുത്ത സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഏതാ? മീഥൈലാണ്. 2 എണ്ണം ഉണ്ട്. 2 എണ്ണം ഉണ്ടെങ്കിൽ പേരിൽ തന്നെ നമ്മൾ കാണിക്കണം 2 എണ്ണം ഉണ്ട് എന്നുള്ളത്, അല്ലാണ്ട് വെറുതെ മീഥൈൽ എന്ന് എഴുതിയാൽ പോരാ. 2 മീഥൈൽ ഉണ്ടെന്ന് കാണിക്കാൻ ഡൈ മീഥൈൽ എന്ന് എഴുതിക്കൊള്ളണം. അത് ഏതൊക്കെ പൊസിഷനിലാണോ ആ നമ്പറുകൾ എടുത്തെടുത്ത് എഴുതിക്കൊള്ളണം.
ഇപ്പൊ ഇവിടെ രണ്ടിൽ തന്നെ 2 മീഥൈൽ ഉള്ളതുകൊണ്ട് 2 ആദ്യത്തെ മീഥൈലിന്റെ പൊസിഷൻ കാണിച്ചു, കോമ വീണ്ടും ഒരു 2 ഇട്ടു, രണ്ടാമത്തെ മീഥൈലിന്റെ പൊസിഷൻ കാണിച്ചു. എത്ര മീഥൈൽസ് ഉണ്ടോ അവരുടെയൊക്കെ പൊസിഷൻ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചോളാം. ഓക്കെ, അല്ലാതെ 2 തന്നെയല്ലേ ഒരു പ്രാവശ്യം എഴുതിയാൽ പോരെ, അങ്ങനെ ചിന്തിക്കരുത്. എത്ര മീഥൈൽ ഉണ്ടോ അത്രയും ആൾക്കാരുടെയും പൊസിഷൻ നമ്മൾ കോമയിട്ട് എഴുതിക്കൊള്ളണം. സെയിം ആണെങ്കിലും ഡിഫറെൻ്റ് ആണെങ്കിലും നമ്മൾ കാണിച്ചോളണം. അപ്പോൾ 2,2 എന്ന് എഴുതി, 2 മീഥൈൽ ഉണ്ടെന്ന് കാണിക്കാൻ ഡൈ എന്ന് പറയുന്ന പ്രിഫിക്സ് കൊടുത്തു. ദെൻ ഡൈ മീഥൈൽ, 3 എണ്ണം ഉണ്ടെങ്കിൽ ട്രൈ, 4 എണ്ണം ഉണ്ടെങ്കിൽ ടെട്ര, ഇങ്ങനത്തെ പ്രിഫിക്സുകൾ കൊടുത്തു വേണം എഴുതാൻ. ഓക്കെ, ദെൻ ഇനി പാരന്റ് എഴുതാം. പ്രൊപ്പാണ്, സിംഗിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ANE. അപ്പോൾ എന്ത് വന്നു? 1 ബ്രോമോ 2,2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ, 1 ബ്രോമോ 2,2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. അടുത്തത് ഇതാണ് വലിയ ചെയിൻ, CH3 CH എന്ന് പറയുന്നതാണ് പാരന്റ് ചെയിൻ. ഇനി അവിടെ നിന്ന് നമ്പർ ഇടുമ്പോൾ 2 സൈഡിൽ നിന്ന് നമ്പർ ഇട്ടാലും 1 2 3 4 1 2 3 4 പൊസിഷനുകൾ 2ഉം 3യുമാണ് ബ്രാഞ്ചിന് കിട്ടുന്നത്. സെയിം ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കും എവിടെ നിന്ന് വേണമെങ്കിലും ഇടാം, രണ്ടിടത്തുനിന്ന് ഇടുമ്പോഴും 2 3 കോമ്പിനേഷൻ ആണല്ലോ വരുന്നത്, അപ്പൊ എവിടെ നിന്ന് വേണമെങ്കിലും ഇടാം. അല്ല, അവിടെ നമ്മൾ ആ ബ്രാഞ്ചുകളെ നോക്കണം. സെയിം ആണോ ഡിഫറെൻ്റ് ആണോ നോക്കണം. സെയിം ആണെങ്കിൽ കുഴപ്പമില്ല, ഡിഫറെൻ്റ് ആണെങ്കിൽ അതിൽ ആരുടെ പേരാണോ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്നത്. ഇവിടെ ഇപ്പോൾ 2-ൽ കിടക്കുന്നത് മീഥൈലാണ്, M ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3-ൽ കിടക്കുന്നത് ക്ലോറിൻ ആണ്, സിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്ന ആൾക്ക് ചെറിയ നമ്പർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കി വേണം പേരിടാൻ. ഇവിടെ മീഥൈൽ M ആണ്, ക്ലോറിൻ C ആണ്, ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്നത് ക്ലോറിൻ ആണ്. അപ്പൊ ക്ലോറിന് ചെറിയ നമ്പർ വരുന്ന സൈഡേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഏത് സൈഡേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ? 1 2 3 4 ഈ സൈഡിൽ നിന്നേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് ഇവിടെ നിന്ന് നമ്പർ ഇടുമ്പോഴാണ് ക്ലോറിന് ചെറിയ നമ്പർ വരിക. അങ്ങനെ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഒരേ സെറ്റ് ഓഫ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആരുടെ പേരാണോ ആദ്യം വരുന്നത് അയാൾക്ക് ചെറിയ നമ്പർ വരുന്ന സൈഡിൽ നിന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി പേര് എഴുതുമ്പോഴും ആൽഫബറ്റിക്കൽ ഓർഡറിൽ അയാളുടെ പേര് തന്നെ ആദ്യം എഴുതണം. അപ്പൊ 2 ക്ലോറോ 3 മീഥൈൽ ബ്യൂട്ടാണ്. ഇത് 4 കാർബൺ ഉള്ളതുകൊണ്ട് സിംഗിൾ ബോണ്ട് മാത്രം ഉള്ളതുകൊണ്ട് ANE. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് തനിയൊന്ന് ചെയ്തു നോക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മോഡൽ തന്നെയാണ്. ഇനി ഇവിടെ എടുത്തു പറയാനുള്ളത്, ആദ്യം കിടക്കുന്ന 2 എക്സാമ്പിളും ഒരു കോമൺ നെയിം ഉള്ള ഹലോ അൽക്കീൻ ആയതുകൊണ്ട് ആ കോമൺ നെയിമും കൂടി നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. കോമൺ നെയിം വരുന്ന കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട്, അവരുടെ പേരുകൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ പേര് വെച്ചിട്ടും നമുക്ക് റിയാക്ഷൻസ് തരാം. ഓക്കെ, അപ്പം അതിൽ ആദ്യത്തേതാണ് CH3 CH3. ഇവിടെ ഒരു X വന്നാൽ CH3 CH3 ഇത് ബ്രാഞ്ച് ആയിട്ടാണ് നിൽക്കുന്നത്, നോർമൽ ചെയിൻ അല്ല. ഈ ഒരു CH3 ബ്രാഞ്ച് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ പേരാണ് ഐസോപ്രൊപ്പൈൽ. കോമൺ നെയിം ആണ്, ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഐസോപ്രൊപ്പൈൽ റൂൾ ഒന്നുമില്ല, ഇതൊരു കോമൺ നെയിം ആണ്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഇങ്ങനെ ഒരു ചെയിൻ വന്നിട്ട് അതിൽ X വന്നാൽ ഐസോപ്രൊപ്പൈൽ ഹാലൈഡ് എന്ന് വിളിക്കും നമ്മൾ, ഐസോപ്രൊപ്പൈൽ ഹാലൈഡ്. ഓക്കെ, ഇനി ഇത് തന്നെ ഒരു കാർബൺ കൂടിയാൽ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, CH3 ഉണ്ട്. അപ്പൊ ഐസോ ഗ്രൂപ്പ് ആയി ഇത്. പക്ഷെ ഒരു കാർബണും കൂടി കൂടുതൽ വന്നു, അപ്പൊ നമ്മൾ അതിനെ ഐസോബ്യൂട്ടൈൽ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോ CH3 CH3 അപ്പൊ ഇത് ഐസോ ഗ്രൂപ്പ് ആയി. പിന്നെ ഒരു കാർബണും കൂടി ആഡ് ചെയ്തു, CH2. ഈ ഗ്രൂപ്പാണ് ഐസോബ്യൂട്ടൈൽ. എന്നിട്ട് ഈ അറ്റത്ത് വരണം കേട്ടോ. ഈ ഇരിക്കുന്ന CH2 ഗ്രൂപ്പിൽ ഒരു X വന്നാൽ ഇത് ഐസോബ്യൂട്ടൈൽ ഹാലൈഡ് ആവും. ഐസോബ്യൂട്ടൈൽ ഹാലൈഡ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി CH3Br നമ്മൾ നേരത്തെ ടെറിഷ്യറി കാർബൺ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണിത്. ടെറിഷ്യറി കാർബണിൽ എക്സാമ്പിൾ പറഞ്ഞ ഒരു ഹലോ അൽക്കേൻ ആണിത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു കാർബണിൽ ഫുൾ ബ്രാഞ്ച് ആണ് അല്ലേ, മൊത്തം മീഥൈൽ ഗ്രൂപ്പ്സ് ബ്രാഞ്ച് ആയിട്ട് വന്നിരിക്കുവാണ്. ഒരു ഹാലജൻ ഒഴിച്ചാൽ ബാക്കിയെല്ലാം മീഥൈലും
ബ്രാഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. കണ്ടോ, സ്ട്രേറ്റ് ചെയിൻ ഇല്ല, മൊത്തം ബ്രാഞ്ചിങ് ആണ്. CH3 CCH3 CH3. ഓക്കെ, ഇങ്ങനെ വന്നാൽ ഇതിനെ നമ്മൾ ടെറിഷ്യറി ബ്യൂട്ടൈൽ ഹലൈഡ് എന്ന് വിളിക്കും. ടെറിഷ്യറി ബ്യൂട്ടൈൽ ഹലൈഡ് എന്ന് വിളിക്കും. ആകെ 4 കാർബൺ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇവരെ ബ്യൂട്ടൈൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, 1 2 3 4. ഓക്കെ, അപ്പം ടെറിഷ്യറി ആയതുകൊണ്ട് ടെറിഷ്യറി ബ്യൂട്ടൈൽ ഹലൈഡ് എന്ന് വിളിക്കും. ഇതൊക്കെ ഇങ്ങനെ തന്നെ ബൈ ഹാർട്ട് വരച്ച് തന്നെ പഠിക്കണം. കോമൺ നെയിം ആയതുകൊണ്ട് റൂൾസ് ഒന്നുമില്ല പ്രത്യേകിച്ച്. ഈ ഒരു ഗ്രൂപ്പാണ് ടെറിഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് എന്ന് വരച്ച് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഇനി ടെറിഷ്യറി ബ്യൂട്ടൈൽ പോലെ തന്നെ സെക്കൻഡറി ബ്യൂട്ടൈൽ ഉണ്ട്. സെക്കൻഡറി ബ്യൂട്ടൈൽ CH3 CH2 CH3 BR വേണ്ട, X കൊടുക്കാം. X CH3 CH2 CH3 X. ഇവിടെ നോക്കിയേ, ഇതാ ഈ കാർബൺ സെക്കൻഡറി ആണ്. ഇതാ ഇവിടെ ഒരു കാർബണായിട്ടും ഇവിടെ ഒരു കാർബണായിട്ടും ബോണ്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് സെക്കൻഡറി ആണ്. ആകെ 4 കാർബൺസ് ഉണ്ട്. 1 2 3 4 4 കാർബൺസ് ഉള്ളതുകൊണ്ട് സെക്കൻഡറി നേച്ചർ ആയതുകൊണ്ടും ഇതിനെ നമ്മൾ സെക്കൻഡറി ബ്യൂട്ടൈൽ ഹാലൈഡ് എന്ന് വിളിക്കും. സെക്കൻഡറി ബ്യൂട്ടൈൽ ഹാലൈഡ് എന്ന് വിളിക്കും. CH3 CH2 CH3. അപ്പോൾ ഇത് എഴുതി വരച്ച് തന്നെ പഠിക്കുക കേട്ടോ, പ്രാക്ടീസ് ചെയ്യണം. ദെൻ ഒരു ഗ്രൂപ്പും കൂടി ഉണ്ട്, നിയോപെൻഡൈൽ. അതാണ് ഇതാ ഇത്. നമ്മൾ നേരത്തെ ടെറിഷ്യറി വരച്ചു അല്ലേ, CH3 CH3 ഇത് ടെറിഷ്യറി ബ്യൂട്ടൈലാണ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു CH2 കൂടി ചേരുമ്പോൾ, നേരത്തെ നമ്മൾ ഐസോപ്രൊപ്പൈലിനെ ഐസോബ്യൂട്ടൈൽ ആക്കിയതുപോലെ ഇവിടെ എന്ത് ചെയ്തു, ടെറിഷ്യറി ബ്യൂട്ടൈലാണ്, ഇതിൻ്റെ കൂടെ ഒരു കാർബണും കൂടി ചേർത്തു. ഓക്കെ, എന്നിട്ട് അവിടേക്ക് ഒരു X വരുമ്പോൾ ഈ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന, ആകെ 5 കാർബൺ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ പേരാണ് നിയോപെൻറ്റൈൽ. നിയോപെൻറ്റൈൽ. ഓക്കെ, നിയോപെൻറ്റൈൽ. നിയോപെൻറ്റൈലിൻ്റെ കാര്യം എടുത്ത് ശ്രദ്ധിക്കേണ്ടത്, നോക്കിക്കേ, നമ്മുടെ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ് അല്ലേ, ഇതാണ് ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ. അത് വേറെ ഒരു കാർബൺ ആയിട്ട് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ബോണ്ട് ചെയ്തിട്ടുള്ളൂ. ആ കാർബൺ ആണ് പിന്നെ ദാ ഇവിടെ ഈ കാർബൺസ് ആയിട്ട് ബ്രാഞ്ച് ഫോം ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ കൺസേൺ അല്ല. നമ്മുടെ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഒരൊറ്റ കാർബൺ ആയിട്ട് ഡയറക്റ്റ് ബോണ്ട് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നിയോപെൻറ്റൈൽ ഒരു പ്രൈമറി ഹാലോ ആൽക്കെയിനിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇതെല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ ഫുൾ ബ്രാഞ്ചിങ് നിൽക്കുന്നതുകൊണ്ട് ഇത് ടെറിഷ്യറി ആണെന്ന് വിചാരിച്ചു വയ്ക്കും. അല്ല, നിയോപെൻറ്റൈൽ ഒരു പ്രൈമറി ഹാലോ ആൽക്കെയിനിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കോമൺ നെയിംസ് ഉള്ള കുറച്ച് ഗ്രൂപ്പ്സുകൾ. ഇത് പഠിച്ചു വെക്കണം, എല്ലായിടത്തും വരും. ആൽക്കഹോൾ പഠിച്ചാലും ആൽഡിഹൈഡ് പഠിച്ചാലും ഒക്കെ ഈ ഒരു പേര് കൊണ്ട് ആ കോമ്പൗണ്ട്സിനെ നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഐസോപ്രൊപ്പൈൽ, ഐസോബ്യൂട്ടൈൽ, സെക്കൻഡറി ബ്യൂട്ടൈൽ, ടെറിഷ്യറി ബ്യൂട്ടൈൽ, നിയോപെൻറ്റൈൽ, ഈ 5 ഗ്രൂപ്പ്സിനെയും നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നോമൻക്ലേച്ചർ ഇനി കൂടുതൽ കോമ്പൗണ്ട്സ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്തത് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻസ്. ഹാലോ ആൽക്കെയിൻസിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ ഹാലോ ആൽക്കെയിൻസിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ആൽക്കഹോൾസിനെ ഹാലോ ആൽക്കെയിനായിട്ട് കൺവേർട്ട് ചെയ്യാം. ഫ്രം ആൽക്കഹോൾസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൽക്കഹോൾസിനെ നമ്മൾ ഹാലോ ആൽക്കെയിനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്നത് ആൽക്കഹോൾ ദ R ചെയിന്, ദെൻ അതിലേക്ക് OH അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ഇത് ആൽക്കഹോൾ ആവുന്നത് അല്ലേ. ഇതിനെ ആൽക്കഹോളിനെ ഹാലോ ആൽക്കെയിൻ ആക്കാൻ വേണ്ടി എടുക്കേണ്ട റിയേജന്റ് പലതുണ്ട്. ഓക്കെ, അതിൽ ആദ്യത്തത് ഫസ്റ്റ് റിയേജന്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോഹാലിക് ആസിഡ് HX. കോൺസെൻട്രേറ്റഡ് HX എന്ന് ഉദ്ദേശിക്കുന്ന HCl ആവാം, HBr ആവാം, HI ആവാം. HF നമ്മൾ സാധാരണ ഇവിടെ എടുക്കാറില്ല, HCl ഉടനെ എടുക്കാറുള്ളൂ. HCl, HBr, HI ഇതിലേത് വേണമെങ്കിലും ആവാം. ഓക്കെ, ആൻഡ് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ് ആദ്യത്തെ റിയേജന്റ് ടു കൺവേർട്ട് ആൽക്കഹോൾ ഇൻ ടു ഹാലോ ആൽക്കെയിൻ. കോൺസെൻട്രേറ്റഡ് HXും അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും. ഇവിടെ ഇതാണ് അറ്റാക്കിംഗ് റിയേജന്റ് HX. ഇയാള് കാറ്റലിസ്റ്റ് ആണ്. അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് ആണ്.
ഓക്കെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഇവിടെ ഈ ഒരു ബോണ്ടിനെ ആര് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? എക്സ് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ROHൽ OH ഗ്രൂപ്പ് പോയിട്ട് പകരം എക്സ് ഗ്രൂപ്പ് വരും. അപ്പോൾ RX എന്നാവും. ഓക്കെ, അപ്പോൾ ഒരു ബോണ്ടിനെ നമ്മൾ എക്സ് വെച്ചിട്ട് എന്ത് ചെയ്യുവാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഓക്കെ, ആ എക്സ് വരുന്നതനുസരിച്ച് ക്ലോറോ, ബ്രോമോ, അയഡോ, ഹാലോ ആൽക്കെയിൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? CH3 CH2OH എത്തനോൾ. ഓക്കെ, ദെൻ ഞാനിവിടെ എടുക്കുന്നത് കോൺസെൻട്രേറ്റഡ് HBr ആണെന്ന് വിചാരിക്കുക. കോൺസെൻട്രേറ്റഡ് HBr, അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഈ OHനെ എന്ത് റീപ്ലേസ് ചെയ്യും? Br റീപ്ലേസ് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? CH3 CH2Br കിട്ടും. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. എടുക്കുന്ന റിയേജന്റ് കോൺസെൻട്രേറ്റഡ് ആസിഡും അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൽക്കഹോൾസ് പ്രൈമറി ആവാം, സെക്കൻഡറി ആവാം, ടെറിഷറി ആവാം. ഇതൊരു ടെറിഷറി ആൽക്കഹോൾ ആണ്. ടെറിഷറി ആൽക്കഹോൾ ആണ് അല്ലേ. ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് കോൺസെൻട്രേറ്റഡ് HCl-ഉം കാറ്റലിസ്റ്റ് ആയിട്ട് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ OH ഈസ് റീപ്ലേസ്ഡ് ബൈ Cl, CH3 Cl ഇങ്ങനെ വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ടെറിഷറി ആൽക്കഹോൾ ആയതുകൊണ്ട് ഇതിനായിരിക്കും മോസ്റ്റ് റിയാക്ടിവിറ്റി. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൽ ടെറിഷറി, സെക്കൻഡറി, പ്രൈമറി എന്നാണ് ഓർഡർ വരുന്നത്. ഓക്കെ, അതിൻ്റെ മെക്കാനിസം ഒക്കെ നമ്മൾ പിന്നെ കാണും. ഓക്കെ, ഈ ചാപ്റ്ററിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പോൾ ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയതുകൊണ്ട് ഈ ഒരു പ്രിപ്പറേഷനിൽ ഈ ഒരു ആൽക്കഹോളിൻ്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത് ടെറിഷറി ആൽക്കഹോൾ ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ആൽക്കഹോൾ ഗ്രേറ്റർ ദാൻ പ്രൈമറി ആൽക്കഹോൾ. അതായത് ലീസ്റ്റ് റിയാക്റ്റീവ് ആണ് പ്രൈമറി, മോസ്റ്റ് റിയാക്റ്റീവ് ആണ് ടെറിഷറി ആൽക്കഹോൾസ്. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ നമുക്കിവിടെ കാറ്റലിസ്റ്റിൻ്റെ ആവശ്യം ഇല്ല. അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിൻ്റെ പ്രസൻസ് ആവശ്യമില്ല. ഈ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞൊരു റിയാക്ഷനെ സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. മോസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള ടെറിഷറി ആൽക്കഹോൾസിന് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ പ്രൈമറിയും സെക്കൻഡറിയും വരുമ്പോൾ മാത്രമേ കാറ്റലിസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ. ടെറിഷറി വരുമ്പോൾ കാറ്റലിസ്റ്റിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ ആണല്ലോ. ദെൻ ഇങ്ങനെ പ്രൈമറിയും സെക്കൻഡറി ആൽക്കഹോൾസും കോൺസെൻട്രേറ്റഡ് HCl ഉപയോഗിച്ച് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് കാറ്റലിസ്റ്റിൻ്റെ സഹായത്തോടെ പ്രൈമറി, സെക്കൻഡറി, ഹാലോ ആൽക്കെയിനായിട്ട് മാറുന്ന പ്രോസസ്സ്. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂസ് പ്രോസസ്. ടീച്ചർ സ്ലൈഡിൽ എഴുതിയിട്ടുണ്ട് ഗ്രൂസ് പ്രോസസ്. അത് ടെറിഷറി ആൽക്കഹോളിന് പറയില്ല, കാരണം അവിടെ കാറ്റലിസ്റ്റ് വേണ്ടാത്തത് കൊണ്ട് അതിനെ നമ്മൾ ആ പ്രോസസ്സിൽ പറയാറില്ല, ഇൻക്ലൂഡ് ചെയ്യാറില്ല. ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രൈമറി, സെക്കൻഡറി ആൽക്കഹോൾസ് ആണ്. കോൺസെൻട്രേറ്റഡ് HCl എടുക്കണം, അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് എടുക്കണം. അപ്പോൾ നമുക്കറിയാം അതിൽ നിന്ന് പ്രൈമറി, സെക്കൻഡറി, ഹാലോ ആൽക്കെയിൻ കിട്ടും. ഈ പ്രോസസ്സ് മാത്രം അറിയപ്പെടുന്ന പേരാണ് ഗ്രൂസ് പ്രോസസ്. ശ്രദ്ധിക്കണം, HCl മാത്രമേ ഉള്ളൂ കേട്ടോ. ക്ലോറോ ആൽക്കെയിൻസ്, ഹാലോ ആൽക്കെയിൻ എന്ന് വേണ്ട. അവിടെ ഹാലോ ആൽക്കെയിൻ എന്ന് ഇവിടെ വേണ്ട, ഇവിടെ ക്ലോറോ ആൽക്കെയിൻ എന്ന് മതി. ഓക്കെ, ഈ പ്രോസസ്സ് മാത്രം അറിയപ്പെടുന്ന പേരാണ് ഗ്രൂസ് പ്രോസസ്. ഓക്കെ ആണല്ലോ. ദെൻ ഇനി നമുക്ക് CH3 CH2OH, ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റഡ് HBr എന്ന് ഞാൻ നേരത്തെ എഴുതിയായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ചോയ്സ് നമ്മൾ എടുക്കാറില്ല. ചില റിയേജൻസ് നമ്മൾ ഡയറക്റ്റ് എടുക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ട് എടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ HBrനെ നമ്മൾ HBr എന്ന് പറയുന്ന ആസിഡായിട്ട് തന്നെ എല്ലാ സിസ്റ്റത്തിലേക്ക് ചേർക്കുക. അങ്ങനെ ഡയറക്റ്റ് ചേർക്കുന്നത് HCl മാത്രമാണ്. HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്ക് ഡയറക്റ്റ് ചേർക്കാം. പക്ഷെ HBrഉം HIയും നമ്മൾ ഡയറക്റ്റ് ചേർക്കുകയല്ല ചെയ്യുന്നത്. അതിന് പകരം വേറെ ഇൻഡയറക്റ്റ് റിയേജൻസിനെ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നോക്കാം, ഇവിടെ നമ്മൾ ചേർക്കുന്നത് KBr പ്ലസ് സൾഫ്യൂരിക് ആസിഡ് ആണ് ചേർത്ത് കൊടുക്കുക.
പൊട്ടാസ്യം ബ്രോമൈഡ് എന്ന് പറയുന്ന സോൾട്ടും സൾഫ്യൂരിക് ആസിഡുമാണ് ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഓക്കെ, കാറ്റലിസ്റ്റ് ആയിട്ട് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും വേണം. പ്രൈമറി ആയതുകൊണ്ട് കാറ്റലിസ്റ്റ് എന്തായാലും വേണം. ടെർഷ്യറി ആണെങ്കിൽ മാത്രമേ കാറ്റലിസ്റ്റ് ഒഴിവാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്തിനാ ഇങ്ങനെ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സോൾട്ടും ഇതൊരു ആസിഡും ആണ് അല്ലേ. അപ്പം അവർ തമ്മിൽ റിയാക്ട് ചെയ്ത് ഇവിടെ നിന്ന് എനിക്ക് H2SO4 നിന്ന് എച്ചും KBr നിന്ന് Br കൂടി ചേർന്ന് HBr ഇൻസ്റ്റന്റ്ലി അവിടെ ഉണ്ടാവും. ആ ഒരു സോൾട്ട് നമ്മൾ ചേർക്കുന്നു ആരിലേക്ക്? ആൽക്കഹോളിലേക്ക്. അപ്പൊ ആ ഒരു മീഡിയത്തിൽ അപ്പോൾ തന്നെ ഇവർ റിയാക്ട് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? HBr കിട്ടും. അല്ലാതെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച HBr അല്ല നമ്മൾ ആൽക്കഹോളിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അത് അവൈലബിൾ ആക്കാൻ വേണ്ട രണ്ട് ആൾക്കാരെ നമ്മൾ സിസ്റ്റത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ആരൊക്കെയാ? KBrഉം H2SO4. അത് സിസ്റ്റത്തിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ വെച്ച് റിയാക്ട് ചെയ്ത് അപ്പം തന്നെ HBr പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഈ HBr അപ്പം തന്നെ ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, അല്ലാതെ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള HBr നമ്മൾ ഈ റിയാക്ഷന് വേണ്ടി എടുക്കാറില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ HBrന് പകരം ഇങ്ങനെയായിരിക്കും ആരോ മാർക്കിന്റെ മുകളിൽ എഴുതുക. അത് മീൻ ചെയ്യുന്നത് HBr തന്നെയാണ്. റിയാക്ഷനൊക്കെ സാധാരണ പോലെ തന്നെ HBr ഉണ്ടാകുന്നു. അതിൽ നിന്ന് ബ്രോമിൻ OH റീപ്ലേസ് ചെയ്ത് അവിടെ CH3 CH2 Br ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ HBrന് പകരം നമ്മൾ സെലക്ട് ചെയ്യുന്ന ചോയ്സ് ഏതാണ്? KBr പ്ലസ് H2SO4. ഓക്കെ, ഇങ്ങനെ നടത്തുന്ന റിയാക്ഷൻസ് അറിയപ്പെടുന്ന പേരാണ് ഇൻ സിറ്റു റിയാക്ഷൻസ്. ദാറ്റ് ഈസ് റിയേജന്റിനെ ഡയറക്റ്റ് ആഡ് ചെയ്യാതെ ഇൻഡയറക്റ്റ് ആയിട്ട് സിസ്റ്റത്തിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന മെത്തേഡാണ് ഇൻ സിറ്റു റിയാക്ഷൻസ്. ഓക്കെ, ഇവിടെയാണെങ്കിലോ ഡയറക്റ്റ് നമ്മൾ HCl അങ്ങനെ തന്നെ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള HCl ആണ് സിസ്റ്റത്തിലേക്ക് ചേർക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ എക്സ് സിറ്റു എന്ന് വിളിക്കും. പുറത്തുനിന്നേ നമ്മൾ അതേ ഫോമാറ്റിൽ എടുക്കുന്നു. ഇവിടെ നമ്മൾ അകത്താണ് ആ ഫോമാറ്റ്, ആ ഒരു റിയേജന്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഇൻ സിറ്റു. ഓക്കെ, ഇനി സിമിലർലി അയോഡിൻ ആണെങ്കിലും നമ്മൾ HI അല്ല ഡയറക്റ്റ് എടുക്കുന്നത്. നേരത്തെ പോലെ തന്നെ ഒരു ചോയ്സ് ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അവിടെ KI പ്ലസ് H3PO4 ഫോസ്ഫോറിക് ആസിഡ് ആണ് എടുക്കുന്നത്. അത് 95% കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. 95% ഫോസ്ഫോറിക് ആസിഡും പൊട്ടാസ്യം അയഡൈഡും കൂടിയാണ് നമ്മൾ സിസ്റ്റത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പ്രൈമറി ആയതുകൊണ്ട് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിന്റെ പ്രസൻസ് ഇവിടെ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അതേ നേരത്തെ പോലെ തന്നെ KIയും H3PO4 കൂടി റിയാക്ട് ചെയ്ത് ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? HI പ്രൊഡ്യൂസ് ചെയ്യും. സിമിലർലി നേരത്തെ പോലെയൊക്കെ തന്നെ OHനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആരവിടെ വരും? I വരും. പ്രോഡക്റ്റ് CH3 CH2 CH2 I ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ HI കിട്ടാൻ വേണ്ടി എടുത്ത ചോയ്സ് ആണ് KI പ്ലസ് H3PO4. ഇവരെ നമ്മൾ സിസ്റ്റത്തിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ സിസ്റ്റത്തിൽ വെച്ചിട്ട് HI ഫോം ചെയ്യും. എന്നിട്ട് ആ HI ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, ഇൻ സിറ്റു റിയാക്ഷൻ ആണ്. അപ്പം ഇവിടെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ട് നമ്മളിവിടെ KIയുടെ കൂടെ സൾഫ്യൂരിക് ആസിഡ് എടുത്തില്ല? നേരത്തെ നമ്മൾ ബ്രോമിൻ ചെയ്തപ്പോൾ HBrന് വേണ്ടിയിട്ട് KBr പ്ലസ് H2SO4 ആയിരുന്നു സെലക്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ KI പ്ലസ് H2SO4 ആയിരുന്നു എടുക്കേണ്ടിയിരുന്നത്. പക്ഷെ എടുത്തത് KI പ്ലസ് 95% ഫോസ്ഫോറിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡിനെ സെലക്ട് ചെയ്തില്ല. കാരണം എന്താണ്? ഓക്കെ, അപ്പം അതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ KI പ്ലസ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അതിൽ നിന്ന് HI ഫോം ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ HI എന്ന് പറയുന്ന ആള് ഈ സൾഫ്യൂരിക് ആസിഡിന്റെ കൂടെ റിയാക്ട് ചെയ്യും. കാരണം സൾഫ്യൂരിക് ആസിഡ് ഒരു ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ആര്? സൾഫ്യൂരിക് ആസിഡ്. HI ആണെങ്കിലോ പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആളാണ്. ഓക്കെ, അപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ HI ഓക്സിഡൈസ് ചെയ്ത് എന്തായിട്ട് മാറും? I2 ആയിട്ട് മാറും.
ഇവിടുന്ന് I മൈനസുകളെ എന്താക്കി കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും? I2 ആക്കി കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആര്? സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ. നമുക്ക് ഈ I മൈനസിനെയാണ് എവിടെ കൊണ്ടുവരേണ്ടത്? HIയിൽ നിന്നുള്ള I മൈനസിനെയാണ് ഇവിടെ കൊണ്ടുവന്ന് OH മൈനസിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ആ I മൈനസുകൾ ഇപ്പം ഇവിടെ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ എന്തായിക്കൊണ്ടിരിക്കുവാണ്? I2 ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം നമുക്ക് ഈ റിയാക്ഷൻ നടക്കുമോ? ഇല്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെ ഒഴിവാക്കി, അതായത് ഈ ഒരു ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഒഴിവാക്കി. ഓക്കെ, റിയാക്ഷൻ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡിന് പകരം ഇവിടെ ആരെ എടുക്കുന്നത്? ഫോസ്ഫോറിക് ആസിഡിനെ എടുക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഫ്രം ആൽക്കഹോൾസിൽ ആദ്യത്തെ റിയാക്ഷനിൽ പഠിക്കാനുള്ളത്. ഇനി ഫ്രം ആൽക്കഹോൾസ് തന്നെയാണ്, ബട്ട് റിയാക്ഷൻ വിത്ത് ഫോസ്ഫറസ് ഹാലൈഡ്സ് ആണ്. നമ്മൾ നേരത്തെ HCl, HBr, HI ആണ് റിയേജൻസ് ആയിട്ട് എടുത്തത്. ഇവിടെ നമ്മൾ റിയേജന്റ് ആയിട്ട് എടുക്കുന്നത് ഫോസ്ഫറസിന്റെ ഹാലൈഡ്സ് PX3 ടൈപ്പ് അല്ലെങ്കിൽ PX5 ടൈപ്പ് ഫോസ്ഫറസ് ഹാലൈഡ്സ് വെച്ചിട്ടാണ് ആൽക്കഹോൾസിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നത്? RX ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ടൈപ്പാണ് ആൽക്കഹോൾസിൽ തന്നെ അടുത്ത ടൈപ്പാണ്. അപ്പൊ ഇവിടെ PX3 എന്ന് പറഞ്ഞാൽ PCl3 എടുക്കാം, PX5 എന്ന് പറയുമ്പോൾ PCl5 എടുക്കാം. ഓക്കെ, നേരത്തെ പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുക. OH നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിൽ നിന്ന് ക്ലോറിൻ വരുന്നു. റിയാക്ഷനിൽ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, PCl3യും PCl5യും മാത്രമേ നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു റിയേജന്റ് ആയിട്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാൻ പറ്റുന്നത് PCl3യും PCl5യും മാത്രമേ ഉള്ളൂ. PBr3, PBr5, PBr3, PBr5 ഇങ്ങനൊരു കോമ്പൗണ്ട് ഫോം ചെയ്ത് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കില്ല. അപ്പൊ അവരെ നമ്മൾ ഇൻ സിറ്റു ആയിട്ട് ഈ സിസ്റ്റത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അത് മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ. അപ്പോൾ PBr3യോ PBr5ഓ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെഡ് ഫോസ്ഫറസും ബ്രോമിൻ Br2നെയും കൂടിയാണ് നമ്മൾ ആൽക്കഹോളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഓക്കെ, PBr3, PBr5 ഫോമാറ്റിൽ എടുക്കുന്നതിന് പകരം റെഡ് ഫോസ്ഫറസും ബ്രോമിനുമായിട്ട് നമ്മൾ സിസ്റ്റത്തിലേക്ക് ചേർത്ത് കൊടുക്കും. സിസ്റ്റത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവർ റിയാക്ട് ചെയ്ത് PBr3 അല്ലെങ്കിൽ PBr5 ഉണ്ടാകും. ദെൻ അതപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തി ബ്രോമോ ആൽക്കെയിൻസ് തരും. ഇനി അയോഡിൻ ആണെങ്കിൽ എന്തെടുക്കണം? റെഡ് ഫോസ്ഫറസും അയോഡിനും. സിമിലർലി അവിടെ വെച്ചിട്ട് PI3യോ PI5ഓ ഫോം ചെയ്യും. അതപ്പം തന്നെ ആൽക്കഹോളായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തി അയോഡോ ആൽക്കെയിൻസും ഫോം ചെയ്യും. ഓക്കെ, ഇപ്പൊ സ്റ്റേബിൾ അല്ലാത്ത കോമ്പൗണ്ട്സ് ആണെങ്കിലാണ് നമ്മൾ ഇൻസിറ്റു വഴി പ്രിപ്പയർ ചെയ്യിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ PBr3യും PBr5ഉം PI3യും PI5ഉം സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ടാണ് ഈ ഫോമാറ്റിൽ എടുക്കുന്നത്. PCl3യും PCl5ഉം സ്റ്റേബിൾ ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ എടുക്കാം. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, PCl5 എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് POCl3യും PCl3 എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് H3PO3 ആണ്. അത് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. PCl5ന്റെ ബൈ പ്രോഡക്റ്റ് POCl3യും PCl3യുടെ ബൈ പ്രോഡക്റ്റ് H3PO3യും ആണ്. ദെൻ ആൽക്കഹോൾസിൽ തന്നെയുള്ള ലാസ്റ്റ് റിയാക്ഷൻ ബൈ റിയാക്ഷൻ വിത്ത് തയോണിൽ ക്ലോറൈഡ്. തയോണിൽ ക്ലോറൈഡ് ആണ് SOCl2. SOCl2 ഇനെയാണ് തയോണിൽ ക്ലോറൈഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെയും സെയിം റിയാക്ഷൻ, OH നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിൽ നിന്ന് ക്ലോറിൻ വരുന്നു, പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. ബൈ പ്രോഡക്ട്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. SO2ഉം HCl ആണ് ഇവിടെ ഫോം ചെയ്യുന്ന ബൈ പ്രോഡക്റ്റ്. ഇത് രണ്ടും ഗ്യാസ് ആണ്. SO2ഉം ഒരു ഗ്യാസ് ആണ്, HClഉം ഒരു ഗ്യാസ് ആണ്. ഇത് രണ്ടും സിസ്റ്റത്തില് ഇവരോടൊപ്പം ഉണ്ടാകുന്നുണ്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം അവര് എസ്കേപ്പ് ചെയ്ത് പോകും. സിസ്റ്റത്തിൽ നിൽക്കില്ല, എസ്കേപ്പ് ചെയ്ത് പോകും. അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഹാലോ ആൽക്കെയിൻ 100% പ്യുവർ ആയിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടും. നമ്മൾ പ്രത്യേകിച്ച് അതിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് നിൽക്കണ്ട. പക്ഷെ ഈ ഒരു പ്രോസസ്സിലൊക്കെ നോക്കിയേ, ഈ ബൈ പ്രോഡക്റ്റുകളും ആ സിസ്റ്റത്തിൽ തന്നെ റിമൈൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇംപ്യുവർ ആയിട്ടുള്ള ഹാലോ ആൽക്കെയിൻ ആയിരിക്കും. അപ്പൊ നമ്മൾ കിട്ടുന്ന പ്രോഡക്റ്റിനെ പിന്നെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു സ്റ്റെപ്പിലേക്ക് പോകേണ്ടി വരും. ബട്ട് ഈ ഒരു മെത്തേഡ് വഴിയാണെന്നുണ്ടെങ്കിൽ
ഉണ്ടാകുന്ന ബൈ പ്രോഡക്ട്സ് ഗ്യാസ് ആണ്, അത് എസ്കേപ്പ് ആയി പോവും. അപ്പൊ കിട്ടുന്ന ഹാലോ ആൽക്കീൻ എന്തായാലും 100% പ്യുവർ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പ്രിഫറബിളി ആൽക്കഹോൾസിനെ ഹാലോ ആൽക്കീൻ ആക്കി മാറ്റാൻ ചൂസ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഓക്കെ, അപ്പൊ ഇതും ബോർഡ് എക്സാമിന് ചോദിക്കാറുണ്ട്. തൈനിൽ ക്ലോറൈഡ് വഴിയുള്ള മെത്തേഡാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ the byproducts are gases which escape from the system and we get the pure halo alkanes. Okay, അപ്പോൾ ഇത്രയുമാണ് ആൽക്കഹോൾസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ. ഇനി അടുത്ത കോമ്പൗണ്ടിൽ നിന്ന്, അതായത് ഹൈഡ്രോ കാർബൺസിനെയാണ് നമ്മൾ എച്ചിനെ റീപ്ലേസ് ചെയ്ത് ഹാലജൻ ആക്കുന്നതെന്ന് തുടക്കത്തിലേ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഹൈഡ്രോ കാർബണിനെ എന്താക്കി മാറ്റാൻ പറ്റണം? ഹാലോ ആൽക്കെയിൻ ആക്കി മാറ്റാൻ പറ്റണം. അപ്പൊ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബണിനെ എങ്ങനെ ഹാലോ ആൽക്കെയിൻസ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ആ മെത്തേഡാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈഡ്രോജനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? റീപ്ലേസ് ചെയ്യുവാണ് അല്ലേ. അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രോ കാർബൺ ഈഥെയിൻ ഞാൻ എടുക്കുന്നു. അതിനെ ഡയറക്റ്റ് ഹാലോജൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, Cl2, Br2, I2 എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് ആയിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്യിക്കുന്നത്. HNU, സൺലൈറ്റ്, റേഡിയേഷന്റെ പ്രസൻസ് വേണം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇതിലുള്ള ഓരോ ഹൈഡ്രജനും ക്ലോറിൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തു, പകരം ക്ലോറിൻ വന്നു. അപ്പൊ പ്രോഡക്റ്റ് CH3, CH2, Cl. ഓക്കെ, അപ്പൊ ഇതാണ് ഹൈഡ്രോ കാർബൺസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പൊ ഇതിൽ ഇനി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.